വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. പറയാനിനിയും 73. റൂം ബുക്ക് ചെയ്ത ശേഷം സുദേവ് തിരികെ എത്തിയപ്പോൾ രമച്ചിറ്റ ഷാജിക്കുഞ്ഞത്തിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയായിരുന്നു. അപ്പച്ചിയോടും രമച്ചിറ്റയോടും റൂമിൽ പോയി ഇരുന്നു കൊള്ളാൻ അവൻ പറഞ്ഞെങ്കിലും അവർ അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. 1 മണിക്കൂറെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നെങ്കിലും ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഒരു നേഴ്സ് പുറത്തേക്ക് വന്ന് അവരെ അറിയിച്ചത്. വിഭാവരി ICUവിലേക്ക് മാറ്റുകയാണ് കേട്ടോ, ഇപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അത് കേട്ട് കസേരയിൽ നിന്നും എഴുന്നേറ്റ അപ്പച്ചി ചോദിച്ചു, മോളെ, ഇതുവഴിയാണോ അവളെ ICUവിലേക്ക് കൊണ്ടുപോകുന്നേ? അല്ലമ്മേ, അകത്ത് നിന്ന് ലിഫ്റ്റ് വഴി നേരിട്ടാണ് ICUവിലേക്ക് കൊണ്ടുപോകുന്നേ. നിങ്ങൾ റൂം എടുത്തിട്ടുണ്ടേ അവിടെ പോയിരുന്നാ മതി. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ റൂമിലേക്ക് അറിയിക്കും. ഈ ICUവിലേക്ക് മാറ്റി കഴിയുമ്പോൾ അവളൊന്ന് കാണാൻ പറ്റുമോ? സുദേവ് നിറഞ്ഞ ആഗ്രഹത്തോടെ ചോദിച്ചു. അവന്റെ മുഖത്തെ ആ ദയനീയ ഭാവം കണ്ട നേഴ്സിന് അലിവ് തോന്നി. നിങ്ങൾ ICUവിന്റെ മുന്നിലേക്ക് വന്നോളൂ, കുറച്ചു കഴിയുമ്പോൾ ഡോക്ടർ വരും. ആ സമയത്ത് ഡോക്ടറോട് നേരിട്ട് ചോദിച്ചാൽ മതി. അവർ താഴത്തെ നിലയിലെ ICUവിന്റെ മുന്നിലെത്തി കാത്തിരിക്കുന്നതിനിടയിൽ ഹരി ശ്രുതിക്കുട്ടിയെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് എത്തി. അവൾ സ്കൂൾ യൂണിഫോം മാറ്റി ഒരു ചുരിദാർ ഇട്ടിരുന്നു. എത്തിയ പാടെ അവൾ ഓടി സുദേവിന്റെ അടുത്തേക്ക് ചെന്നു. വിപ്പമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് ചേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് സുദേവ് ആ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ഇപ്പോ കുഴപ്പമൊന്നുമില്ലടവാവേ. ഞാൻ പേടിച്ചു പോയച്ചേ. വിമമ്മയ്ക്ക് എന്തേലും പറ്റിയ പിന്നെ എനിക്കും കുഞ്ഞപ്പൂനും ആരുണ്ടെന്നോർത്തപ്പോ കരച്ചിൽ വന്നു. അച്ഛൻ കരയല്ലോ എന്നോർത്തപ്പോ സഹിച്ചില്ല. എന്നിട്ട് ഞാൻ ആരും കാണാതെ ജനാലിന്റെ അടുത്ത് പോയി നിന്ന് കുറെ കരഞ്ഞു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വരുന്നത് കണ്ടതും സുദേവ് അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് കണ്ണുകൾ വീണ്ടും തുടച്ചു കൊടുത്തു. അച്ഛയുടെ ബാബ പേടിക്കണ്ട കേട്ടോ, ബീബാമ്മയ്ക്കിപ്പോ ഒരു കുഴപ്പവുമില്ല. എനിക്ക് ബീബാമ്മേനെ കാണണോ അച്ഛേ? അവളൊന്ന് ചിണുങ്ങി. ICUവിലേക്ക് എല്ലാവരെയും കയറ്റില്ലടാ. കുറച്ചു കഴിയുമ്പോ ഡോക്ടർ വരും. അപ്പോ അച്ഛ കയറി കണ്ടിട്ട് മോളോട് പറയാൻ കേട്ടോ. ബീബാമ്മേനെ ചിലപ്പോ നാളെ തന്നെ റൂമിലേക്ക് മാറ്റും. അപ്പോ അവയ്ക്കും കാണാമല്ലോ. അത്ര തൃപ്തിയില്ലാത്തതുപോലെ അവളൊന്ന് തലയാട്ടി. നീ ബാവേനെ കണ്ടോ? വിഷയം മാറ്റാനായി അവൻ ചോദിച്ചു. ആ. അതോടെ അവൾ ഉത്സാഹത്തിലായി. നമ്മുടെ അപ്പൂസിനെയും കണ്ടു, പിന്നെ ഇളയമ്മയുടെ കണ്ണനെയും കണ്ടു. ഓഹോ, അവനെ നീ കണ്ണാന്നാണോ വിളിക്കാൻ പോകുന്നേ? ആ അതെ, ഞാൻ വിചാരിച്ചിരുന്നത് ഇളയമ്മയുടെ വയറ്റില് അപ്പൂസിനെ പോലൊരു പെണ്ണുവാവായിരിക്കുന്നല്ലേ. പക്ഷേ ഉണ്ടല്ലോ അച്ഛേ, അവനൊരു പാവത്താനെന്നാ തോന്നുന്നേ. ഒരു ബഹളവുമില്ല, ഇങ്ങനെ കിടന്നുറക്ക മാത്രം. എന്നാ നമ്മുടെ കുഞ്ഞപ്പൂസില്ലേ, അവനാള് വികൃതിയാ. കാണിക്കാൻ കൊണ്ടുവന്നപ്പോ അവനെ നേഴ്സിന്റെ കയ്യിൽ കിടന്ന് നല്ല ഇളക്കം. ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ, ഇടയ്ക്ക് കുഞ്ഞിക്കണ്ണൊക്കെ തുറന്ന് എന്നെ നോക്കുന്നു. അത് നിനക്ക് തോന്നിയതായിരിക്കും ബാവേ, അവൻ അങ്ങനെ നോക്കാറൊന്നും ആയിട്ടില്ല. പിന്നെ ഞാൻ കണ്ടതല്ലേ, അവൻ നോക്കി. അവൾ വാശി പിടിച്ചതും സുദേവ് ചിരിയോടെ തലകുലുക്കി. ശരി ശരി, സമ്മതിച്ചു, നോക്കി. നീ യൂണിഫോം എങ്ങനെ മാറ്റി? ഞാൻ ഇളയച്ചൻ്റെ ഒപ്പം വീട്ടിൽ പോയി, എന്നിട്ട് കുറച്ച് ഡ്രസ്സ് എടുത്തു. ഇന്നിനി ഹോസ്പിറ്റലിൽ നിന്നാ മതി, നാളെ ക്ലാസ്സിൽ പോണ്ടെന്ന് ഇളയച്ചൻ പറഞ്ഞു. ആ അത് മതി. ഹരി ആ സമയം അപ്പച്ചിയോടും രമച്ചിറ്റയോടും സംസാരിക്കുകയായിരുന്നു. ആശ്രയനെ നാളെ കാലത്ത് റൂമിലേക്ക് മാറ്റാന്നാ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ രണ്ടാളും ഇപ്പൊ അവളുടെ അടുത്ത് തന്നെയുണ്ട്. എടാ, വിഭ മോളുടെ കുഞ്ഞിനെ നാളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരുമെന്ന് തോന്നുന്നു. ഡോക്ടർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചി പറഞ്ഞത് കേട്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്ന സുദേവ് രമച്ചിറ്റയോട് പറഞ്ഞു. ചിറ്റ വേണമെങ്കിൽ ഇനി പോകാൻ നോക്കിക്കോട്ടോ. ഞാൻ കുഞ്ഞോളെ ഒന്ന് കണ്ടിട്ട് നാളെ പോകുന്നുള്ളൂ. കുഞ്ഞച്ചനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവൻ അപ്പച്ചിയുടെ നേരെ തിരിഞ്ഞു. എന്താ അപ്പച്ചിയുടെ പരിപാടി? ഞാൻ ഇവിടെ തന്നെയാ നിൽക്കുന്നേ. അവിടെ ഇപ്പൊ ആശ്രയയുടെ കുഞ്ഞമ്മ ഉണ്ടല്ലോ. അവിടെ ഞാനും കുഞ്ഞമ്മയും ഉണ്ടാകും, അത് മതി. ആശ്രയയുടെ ചേട്ടൻ നാളെ രാവിലെ പോകുമെന്നാ പറഞ്ഞത്. ഹരിയും അത് ശരിവെച്ചു. അത് കഴിഞ്ഞ് സുദേവ് ഹരിയോട്
നാളെ ബ്ലഡ് കൊടുക്കാൻ തങ്ങൾ രണ്ടുപേരെ കൂടാതെ രണ്ടുപേരെയും കൂടി കൊണ്ടുവരേണ്ട കാര്യം സംസാരിച്ചു. സ്റ്റേഷനിൽ തന്നെയുള്ള രണ്ടുപേരെ കൊണ്ടുവരാം എന്നവൻ അതിന് മറുപടിയും നൽകി. അവരങ്ങനെ സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ ഡോക്ടർ മായാവതി അവരെ കടന്ന് ICUവിലേക്ക് കയറിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞ് ഒരു നേഴ്സ് ICUവിൽ നിന്നും പുറത്തേക്ക് വന്ന് വിഭാവരിയുടെ റിലേറ്റീവ്സിനെ അന്വേഷിച്ചപ്പോൾ സുദേവ് എഴുന്നേറ്റ് ചെന്നു. അകത്ത് ഡോക്ടർ മായാവതി അവനെ കാത്തു നിൽക്കുകയായിരുന്നു. യെസ് മിസ്റ്റർ സുദേവ്, വിഭാവരി ആളിപ്പോ ഓക്കെയാണ് കേട്ടോ. നമുക്ക് നാളെ വൈകുന്നേരം വരെ ഒന്ന് നോക്കിയിട്ട് റൂമിലേക്ക് മാറ്റാം. എനിക്ക് വിഭാവരി ഒന്ന് കാണാൻ സാധിക്കുമോ ഡോക്ടർ? അവൻ ചോദിച്ചു. പിന്നെന്താ, ആളിപ്പോ മയക്കത്തിലാണ്, അതുകൊണ്ട് വിളിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ശരി ഡോക്ടർ, താങ്ക് യു. അവൻ സന്തോഷത്തോടെ തലയിളക്കി. ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നേഴ്സ് കാട്ടിക്കൊടുത്ത ബെഡിന് നേർക്ക് അവൻ നടന്നു. അവിടെയുള്ള ബെഡിൽ തളർന്നു കിടപ്പുണ്ടായിരുന്നു അവന്റെ പ്രാണൻ. അവളുടെ മുഖവും ചുണ്ടുകളും വിളറിയിരുന്നു. മയക്കത്തിലാണെങ്കിലും ചെറുതായി ഞരങ്ങിക്കൊണ്ടിരുന്നവളെയും നോക്കി അവൻ അവിടെ നിന്നു. തനിച്ചാക്കി പൊയ്ക്കളയുമെന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും ചിന്തിച്ചു പോയിടത്തു നിന്നും തിരികെ കിട്ടിയ ആ നിധിയെ നോക്കി നിന്നപ്പോൾ സ്നേഹവും വാത്സല്യവും സന്തോഷവും സങ്കടവുമെല്ലാം ഒരുമിച്ചവന്റെ നെഞ്ചിലേക്ക് കുതിച്ചെത്തി. നിറഞ്ഞ കണ്ണുകളോടെ അവൻ ബെഡിൽ കൈകുത്തി അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവളുടെ കൺപോളകൾ എന്തോ സ്വപ്നം കാണും പോലെ അനങ്ങുന്നു. ഞരങ്ങുന്നതിനൊപ്പം ചുണ്ടുകൾ അവ്യക്തമായി എന്തോ പറയാനും ശ്രമിക്കുന്നുണ്ട്. ക്യാനുല പിടിപ്പിച്ചിരുന്ന അവളുടെ വലത്തെ കൈയിൽ അവൻ മെല്ലെ തലോടി. സ്നേഹം പകർന്നു നൽകിയിരുന്ന ആ കൈകളുടെ ചൂടറിഞ്ഞതുപോലെ അവളുടെ ചുണ്ടുകൾ ആ മയക്കത്തിനിടയിലും ചെറുതായൊന്ന് വിടർന്നു. വിരലുകൾ ഒന്നുയർത്താൻ ശ്രമിച്ചതുപോലെ അനങ്ങി. വീണ്ടും എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ തോന്നിയതും അവൻ ചെവി അവളുടെ മുഖത്തേക്കടുപ്പിച്ചു. ചെറിയൊരു മൂളലല്ലാതെ അവനൊന്നും വ്യക്തമായില്ല. മുഖത്തേക്ക് വീണുകിടന്നിരുന്ന മുടിയിഴകൾ മാടി ഒതുക്കിയിട്ട് അവൻ ആ നെറ്റിയിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്തു. മയക്കത്തിനിടയിൽ മനോഹരമായൊരു സ്വപ്നം കണ്ടതുപോലെ അവളുടെ വിളറിയ ചുണ്ടുകളിൽ ഒരു ചിരി വിടർന്നു. സ്വന്തം ആത്മാവിന്റെ തന്നെ അംശമായവളുടെ കവിളിലേക്ക് തന്റെ കവിൾ ചേർത്ത് വെച്ച് ചൂട് പകർന്നുകൊണ്ട് അവൻ ആ കട്ടിലിന്റെ തലക്കൽ നിന്നു. അല്പസമയം കൂടി അങ്ങനെ നിന്ന ശേഷം ICUവിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പച്ചിയും രമച്ചിറ്റയും ഹരിയും ശ്രുതിക്കുട്ടിയും അവനെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവരോട് ഡോക്ടറെ കണ്ട് സംസാരിച്ച കാര്യവും വിഭക്കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, മയക്കത്തിലാണ് എന്ന കാര്യവും പറഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായി. അല്പസമയം കഴിഞ്ഞതും ഹരി തിരികെ കളമശ്ശേരിയിലേക്ക് പോയി. അപ്പച്ചിയെയും രമച്ചിറ്റയെയും മുറിയിൽ കൊണ്ടുപോയി ആക്കിയിട്ട് അവനും ശ്രുതിക്കുട്ടിയും കൂടി തിരികെ വന്ന് ICUവിന്റെ മുന്നിൽ തന്നെ ഇരുന്നു. ശ്രുതിക്കുട്ടിയോട് റൂമിൽ ഇരുന്നു കൊള്ളാൻ പറഞ്ഞെങ്കിലും വിഭാമ അവിടെ ഒറ്റയ്ക്കല്ലേ അച്ഛേ, നമുക്ക് പുറത്ത് കൂട്ടിരിക്കാന്നേ എന്നും പറഞ്ഞ് അവളും കൂടെ കൂടുകയായിരുന്നു. രാത്രി ഭക്ഷണത്തിന് ശേഷം വീണ്ടും അവിടെ വന്നിരുന്ന അവരെ ഒടുവിൽ സെക്യൂരിറ്റിയാണ് മുറിയിലേക്ക് പറഞ്ഞുവിട്ടത്. രാവിലെ ICUവിൽ നിന്നും വിളിച്ചു പറഞ്ഞതനുസരിച്ച് ബ്രഷും പേസ്റ്റും ബാത്ത് ടവലും സുദേവ് കൊണ്ടുപോയി കൊടുത്തു. ICUവിന്റെ മുന്നിൽ ചെന്നവൻ ബെല്ലടിച്ചപ്പോൾ വെളുത്തു മെലിഞ്ഞൊരു നേഴ്സാണ് പുറത്തേക്ക് വന്നത്. വിഭാവരിക്ക് കൊടുക്കുവാനുള്ള ബ്രഷും പേസ്റ്റും ടവലുമാണെന്നവൻ പറഞ്ഞപ്പോൾ എടുത്ത വായ്ക്കൊരു ചിരിയോടെ ആ നേഴ്സ് ചോദിച്ചു, ഉണ്ണിയേട്ടനല്ലേ? പുരികങ്ങൾ ചുളിച്ചുകൊണ്ടവൻ മറുപടിയും നൽകി. അതെ. അവിടെ അകത്തൊരാള് ഉണ്ണിയേട്ടനെ കാണാൻ വേണ്ടി കയറ് പൊട്ടിക്കുന്നുണ്ട്. ഒരു വിധത്തിലാ ഞങ്ങൾ പിടിച്ചു നിർത്തിയേക്കുന്നേ. അത് കേട്ട് അവന്റെ മുഖത്തും ചിരി പൊട്ടി. ആണോ? ഞാനൊന്ന് കയറി കണ്ടോട്ടെ സിസ്റ്ററെ. അയ്യോ, ഇപ്പൊ പറ്റില്ലല്ലോ ഉണ്ണിയേട്ടാ. ഉണ്ണിയേട്ടൻ പോയിട്ട് ഡോക്ടർ വരുമ്പോ വാ കേട്ടോ. പകുതി കളിയായും പകുതി കാര്യമായും ആ നേഴ്സ് പറഞ്ഞത് കേട്ട് ചിരിയോടെ അവൻ തലകുലുക്കി. അന്ന് 9:30 മണി കഴിഞ്ഞ് ഡോക്ടർ എത്തുമ്പോൾ സുദേവും ശ്രുതിക്കുട്ടിയും പുറത്തു തന്നെ ഉണ്ടായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം കാലത്തെ കണ്ട നേഴ്സ് തന്നെയാണ് അവനെ അകത്തേക്ക് വിളിച്ചത്. കുഞ്ഞിനെ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ കേട്ടോ. വിഭാവരിയെ വൈകുന്നേരം നമുക്ക് റൂമിലേക്ക് മാറ്റാം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നേഴ്സിനൊപ്പം നിന്നിരുന്ന ഡോക്ടർ മായാവതി പറഞ്ഞത് കേട്ട് അവൻ തലകുലുക്കി. ശരി ഡോക്ടർ, എനിക്ക് വിഭയൊന്ന് കാണാൻ. അതിനെന്താ, കയറി കണ്ടോളൂ. അതും പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി.
അവൻ അകത്തേക്ക് നടന്നപ്പോൾ കൂടെ വന്ന ആ നേഴ്സ് എതിരെ വന്ന മറ്റൊരു നേഴ്സിനോട് പറയുന്നത് അവൻ കേട്ടു. ദേടി, ഇതാ നമ്മുടെ ഉണ്ണിയേട്ടൻ. ആ നേഴ്സ് അതും കേട്ട് ചിരിച്ചുകൊണ്ട് കടന്നുപോയതോടെ അവന് മനസ്സിലായി ഇനി ആ ICUവിൽ ഈ പേരറിയാത്തവരായി ആരും തന്നെ ഇല്ലെന്ന്. ബിബയുടെ ബെഡിനടുത്തേക്ക് ചെന്നപ്പോൾ അവൾ കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു. കാൽപ്പെരുമാറ്റം കേട്ട് കണ്ണുകൾ തുറന്ന അവൾ സുദേവിനെ കണ്ട് സന്തോഷത്തോടെ ചിരിച്ചു. അതിനു പിന്നാലെ ആ കണ്ണുകളും നിറഞ്ഞു. സുദേവ് അവളിലേക്ക് കുനിഞ്ഞ് ആ മുഖം ഉമ്മകളാൽ മൂടി. അവന്റെ സ്നേഹപ്രകടനത്തിന് വിധേയയായി മനം നിറഞ്ഞ് അവൾ കിടന്നു. അല്പനേരത്തേക്ക് അവളെ പുന്നാരിച്ചതിന് ശേഷം അവൻ മുഖമുയർത്തി. വേദനയുണ്ടോടാ? സാമാന്യം തരക്കേടില്ലാത്ത വേദനയുണ്ട് ഉണ്ണിയേട്ട. തളർന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു. അച്ചോടാ ചക്കരെ, പോട്ടെട്ടോ. ഒരിക്കൽ കൂടി അവന്റെ ചുണ്ടുകൾ അവളുടെ കവളിനെ അന്വേഷിച്ചു ചെന്നു. പേടിച്ചു പോയല്ലേ? മുഖമുയർത്തുന്നതിനിടയിൽ അവളുടെ വാക്കുകൾ ഒരു മന്ത്രണം പോലെ അവന്റെ കാതുകളിൽ മുഴങ്ങി. എന്നെയും മക്കളെയും ഒറ്റയ്ക്കാക്കി പോകാൻ പോവുകയാണെന്ന് ഓർത്തപ്പോ മരിച്ചു പോയടാ കുറച്ചു നേരത്തേക്ക്. ശരീരത്തിനിരുപുറവും കൈകൾ കുത്തി നിന്നവന്റെ കവിളിൽ കിള്ളിവലിക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരടർന്നു. പക്ഷേ ചുണ്ടുകൾ ചിരിച്ചു. അങ്ങനെയൊന്നും പോകൂല്ല മോനെ. കേട്ടിട്ടില്ലേ, ആണ്ടപാത കൊണ്ടേ പോകൂന്ന്. അവൻ അവളെ തിരികെ മൂക്കിൽ പിടിച്ച് ലാളിച്ചു. അത് മതിയട ചക്കരെ, പോകുമ്പോ നീ എന്നെയും കൊണ്ടങ്ങ് പോയാ മതി. ക്യാനുല ഇടാത്ത തന്റെ ഇടത് കൈ ഉയർത്തി അവന്റെ മുടിയിൽ തലോടിക്കൊണ്ടവൾ പറഞ്ഞു. എനിക്കങ്ങനെ ഒറ്റക്കാക്കിയിട്ട് പോവാൻ പറ്റുമോ? ഉണ്ണിയേട്ടനും വാവയ്ക്കും കുഞ്ഞുണ്ണിക്കും പിന്നെ ആരാ ഉള്ളേ? അവനൊന്ന് ചിരിച്ചു. എന്തിനാടാ പൊന്നെ, നിന്റെ ആ കൃഷ്ണൻകുട്ടി ഇടയ്ക്കൊക്കെ നമ്മളെ എങ്ങനെ പരീക്ഷിക്കുന്നേ? പരീക്ഷിക്കുന്നതല്ലോ, ഒരുപാട് സ്നേഹം കൂട്ടുന്നതല്ലേ. ഇപ്പൊ തന്നെ ദേ നോക്കി, ഉണ്ണിയേട്ടന്റെ കണ്ണുകളിൽ കാണാം എനിക്കത്. അതിനവൻ മറുപടി പറയാതെ കുനിഞ്ഞ് അവളുടെ കണ്ണുകളിൽ ചുംബിച്ചു. ഉണ്ണിയേട്ട, മോനെ എപ്പോഴാ കൊണ്ടുവരുന്നേ? എനിക്കവനെ കാണാൻ കൊതിയായെന്നേ. അവനെ ഉച്ചകഴിഞ്ഞ് കൊണ്ടുവരും. പിന്നെ അവനെ കഴിഞ്ഞ ദിവസമൊക്കെ ഫീഡ് ചെയ്തത് ആശ്രയമാണ് കേട്ടോ. അറിയാം. കാലത്ത് ഞാൻ അക്കാര്യം ഓർത്ത് വിഷമിച്ചപ്പോ നേഴ്സ് പറഞ്ഞായിരുന്നു, അവൾക്ക് പെൺകുട്ടി തന്നെ അല്ലേ ഉണ്ണിയേട്ട? ഏയ്, ആൺകുട്ടിയാടാ. വാവ അവന് പേരുമിട്ടു കണ്ണൻ. കൊച്ചപ്പൂസും കണ്ണനും. കൊച്ചപ്പൂസ് വേണ്ടെന്നേ, നമുക്ക് കുഞ്ഞുണ്ണീന്ന് പോരെ. വാവ മുറിയിലുണ്ട്. കുഞ്ഞുണ്ണീന്ന് വിളിക്കുന്ന കാര്യം നീ തന്നെ അവളോട് പറഞ്ഞോ? അവളിന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല. ഇന്നലെ തൊട്ട് ഇബാമ്മയെ കാണണമെന്നും പറഞ്ഞ് ഒരേ നിർബന്ധമാള്. അത് കേട്ട് അവളുടെ കണ്ണുകൾ സ്നേഹം കൊണ്ട് ഒന്നുകൂടി നിറഞ്ഞു. താഴെ കൊഴുകാതെ സുദേവിന്റെ ചുണ്ടുകൾ അതൊപ്പിയെടുത്തു. ഹലോ, സ്നേഹപ്രകടനമൊക്കെ അങ്ങ് റൂമിൽ ചെന്നിട്ട് മതി കേട്ടോ ഉണ്ണിയേട്ടാ. അതുവഴി കടന്നുപോയ നേഴ്സ് വിളിച്ചത് കേട്ട് കണ്ണുകൾ ചുരുക്കി വിഭ അവനെ നോക്കി. ആ നേഴ്സ് കടന്നുപോയതും അവൾ സുദേവിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. സത്യം പറ മനുഷ്യ, ആരാ അവള്? അതിവിടത്തെ നേഴ്സല്ലേ. അവളെന്തിനാ നിങ്ങളെ ഉണ്ണിയേട്ടാന്ന് വിളിച്ചത്? വിഭ വിടാനുള്ള ഭാവമില്ലായിരുന്നു. എന്നോടാണോ ചോദിക്കുന്നേ? നീയല്ലേ ഉണ്ണിയേട്ടനെ കാണണമെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം വെച്ചത്? ഇപ്പോതെ ഇതിനകത്തുള്ള പെൺപിള്ളേര് മുഴുവൻ എന്നെ ഉണ്ണിയേട്ടെന്നാ വിളിക്കുന്നേ. ഞഞ്ഞായി, നിങ്ങളെ കൂടുതൽ നേരെ ഇവിടെ നിൽക്കണ്ട് വേഗം പോകാൻ നോക്കൂ. ഇങ്ങോട്ടിനി വരേ വേണ്ട. അവളുടെ ഒരു ഉണ്ണിയേട്ടൻ. വിഭ കവിൾ വീർപ്പിച്ചു. ഒന്ന് ക്ഷമിക്കന്റെ കുഞ്ഞിക്കുറുമ്പേ. അവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നെ മുഖം വെട്ടിച്ചുകൊണ്ട് അവൾ കെറുവിച്ചു. അങ്ങോട്ട് പോയ ആ നേഴ്സ് തിരികെ വന്നപ്പോൾ അവനെ കണ്ട് വീണ്ടും ചോദിച്ചു. ഈ ഉണ്ണിയേട്ടൻ ഇതുവരെ പോയില്ലേ? അതേ, ഒരു മിനിറ്റ്, ഇതെന്റെ ഉണ്ണിയേട്ടനാ. വേറെ ആരും അങ്ങനെ ഇപ്പോ ഉണ്ണിയേട്ടാന്ന് വിളിക്കണ്ടോ. അവൾ ആ നേഴ്സിനെ നോക്കി കണ്ണുരുട്ടി. ശരി ശരി, എന്നാ പോട്ടെ ഉണ്ണിയേട്ടാ. ഇടി, ഞാൻ അങ്ങേരെ ഉണ്ണിയേട്ടാന്ന് വിളിച്ചത് ആ ചേച്ചിക്ക് പിടിച്ചില്ലടി. ആ നേഴ്സ് അപ്പുറത്ത് ആരോടോ പറയുന്നത് അവർ കേട്ടു.
സുദേവ് ചിരിച്ചപ്പോൾ അവൾ കിടക്കയിലിരുന്ന് അവനെ നോക്കി പുച്ഛിച്ചു. അന്ന് ഉച്ചയ്ക്കു മുന്നേ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും 2 പോലീസുകാർ ഹരിക്കൊപ്പം ഹോസ്പിറ്റലിലേക്കെത്തി. അവരോടൊപ്പം സുദേവും കൂടി തലേദിവസം പറഞ്ഞിരുന്നത് പോലെ ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. ആ പോലീസുകാരെ യാത്രയാക്കിയിട്ടാണ് ഹരി അപ്പച്ചിയെയും കൂട്ടി കുഞ്ഞുണ്ണിയെ കൊണ്ടുവരാനായി മെഡിക്കൽ കോളേജിലേക്ക് പോയത്. കുഞ്ഞുണ്ണിയുമായി അവർ തിരികെ ആസ്റ്ററിലേക്ക് എത്തിയപ്പോൾ അപ്പച്ചിയാണ് അവനെയും കൊണ്ട് ICUവിലേക്ക് ഫീഡ് ചെയ്യിക്കാനായി കയറിയത്. സുദേവിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം ഹരി തിരികെ പോവുകയും ചെയ്തു. അകത്തേക്ക് കയറി വന്ന അപ്പച്ചിയുടെ കയ്യിലിരുന്ന കുഞ്ഞുണ്ണിയെ കണ്ടതും വിഭയുടെ കണ്ണുകൾ വിടർന്ന് നിറഞ്ഞൊഴുകി. ആവേശത്തോടെ അവൾ കൈനീട്ടി. അപ്പച്ചി ശ്രദ്ധയോടെ കുഞ്ഞുണ്ണിയെ അവളുടെ കൈകളിലേക്ക് വെച്ചുകൊടുത്തു. സ്ഥലം മാറിയതിന്റെ ചെറിയൊരു ചിറാപ്പിലായിരുന്ന കുഞ്ഞുണ്ണി വിഭയുടെ കയ്യിലേക്ക് എത്തിയതും എന്തുകൊണ്ടാണെന്നറിയില്ല ശാന്തനായി അടങ്ങിക്കിടന്നു. വേദന എങ്ങനെയുണ്ട് മോളെ? അപ്പച്ചി അനുകമ്പയോടെ ചോദിച്ചു. നല്ല വേദനയുണ്ട് അപ്പച്ചി. കുഞ്ഞിന്റെ നെറ്റിയിലും കവിളിലും കൈവിരലുകളിലും ഉമ്മ വെക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു. അമ്മ വെളിയിലേക്ക് നിന്നോ കേട്ടോ. ഫീഡ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞിനെ തിരികെ തരാം. അങ്ങോട്ടേക്ക് എത്തിയ നേഴ്സ് പറഞ്ഞത് കേട്ട് അപ്പച്ചി വിഭയെ നോക്കി ഒന്ന് തലകുലുക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഏകദേശം 10-20 മിനിറ്റ് കഴിഞ്ഞ് കുഞ്ഞിനെ തിരികെ അപ്പച്ചിയുടെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ അവൻ ചെറിയ മയക്കത്തിലായിരുന്നു. അവനെ റൂമിലേക്ക് കൊണ്ടുചെന്നതും എല്ലാവരും അവന് ചുറ്റുമായി. ശ്രുതിക്കുട്ടി അവനെ കളിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ മയക്കത്തിലായിരുന്ന അവൻ അവൾ ചിക്കാനും തോണ്ടാനും ശ്രമിച്ചതോടെ ചിണുങ്ങാൻ തുടങ്ങിയതും അവൾ ആ ശ്രമം ഉപേക്ഷിച്ച് അവനെ പതുക്കെ തട്ടിക്കൊടുത്ത് ഉറക്കാൻ നോക്കി. അതും നടക്കാതെ വന്നതോടെ സുദേവ് അവനെ കൈകളിലേക്കെടുത്ത് മുറിക്കുള്ളിൽ നടന്നതോടെ ആള് വീണ്ടും മയക്കത്തിലായി. വൈകുന്നേരമായപ്പോൾ തൊട്ട് ആശ്രയം നിർബന്ധിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു വിഭയെ റൂമിലേക്ക് കൊണ്ടുവന്നോ എന്ന് ഹരി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവളെ റൂമിലേക്ക് കൊണ്ടുവന്നപ്പോൾ സന്ധ്യ മയങ്ങിയിരുന്നു. റൂമിലെ കട്ടിലിലേക്ക് അവളെ ചാരിയിരുത്തിയിട്ട് നേഴ്സും അറ്റൻഡറും തിരികെ പോയി. വേദന കൂടുതലാണെങ്കിൽ നേഴ്സിംഗ് ബേയിൽ പറഞ്ഞാൽ മതിയെന്നും നാളെ കാലത്ത് തൊട്ട് കുറേശ്ശെ നടന്നു തുടങ്ങണമെന്നും പറഞ്ഞേൽപ്പിച്ചിട്ടാണ് അവർ തിരികെ പോയത്. അവർ പോയ ഉടനെ ശ്രുതിക്കുട്ടി വിഭാമയുടെ കട്ടിലിലേക്ക് ചാടി കയറാൻ ശ്രമിച്ചതും സൂക്ഷിക്കു മോളെ എന്നും പറഞ്ഞ് അപ്പച്ചി അവളെ തടഞ്ഞു. അവളുടെ മുഖം മങ്ങിയത് കണ്ട് വിഭ അവളെ അടുത്തേക്ക് വിളിച്ചു. വിഭാമയുടെ പൊന്ന് പേടിച്ചു പോയോടാ? അവളുടെ കവിളൊന്ന് വലിച്ചു വിട്ടുകൊണ്ട് വിഭ ചോദിച്ചു. ആ, വൈകുന്നേരം ക്ലാസ് വിട്ട് ചെന്നപ്പോ ഇളയച്ച പറഞ്ഞു വിഭാമയെ സുഖമില്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന്. അപ്പോൾ ഞാനൊന്ന് പേടിച്ചു. പിന്നെ ഇവിടെ വന്ന് അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛയാ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പോഴേക്കും രമച്ചിറ്റയും അടുത്തേക്ക് ചെന്ന് അവളെ മെല്ലെ ചേർത്ത് പിടിച്ചിരുന്നു. മോളെ വിളിച്ചപ്പോഴേക്കും അവരൊന്ന് തേങ്ങിപ്പോയി. അതെ, കുറെ നേരമായി എല്ലാവരും കരയുന്നു. ഇനി അങ്ങ് മതിയാക്കിയേ. അപ്പച്ചി പറഞ്ഞത് കേട്ട് മുഖം തുടച്ചുകൊണ്ട് ചിറ്റ ചിരിച്ചു. ചിറ്റ ഇന്നലെ വന്ന് നടന്ന ഉണ്ണേട്ടം പറഞ്ഞു. ഇനി ഇവിടെ നിന്ന് എന്റെ പേര് കുഞ്ഞത്തെ പ്രശ്നം വല്ലതും ഉണ്ടാക്കുമോ? ഏയ്, ഇപ്പൊ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ലടാ. അല്പനേരം കൂടി സംസാരിച്ചിരുന്നതിന് ശേഷം നാളെ കാലത്ത് വരാം എന്നും പറഞ്ഞ് രമച്ചിറ്റ യാത്രയായി. കുറച്ചു കഴിഞ്ഞതും ഹരി വീണ്ടും വിളിച്ചു. വിഭയെ റൂമിലേക്ക് കൊണ്ടുവന്നു എന്ന് കേട്ടതും ഹരി ഫോൺ ആശ്രയയ്ക്ക് കൊടുത്തു. പിന്നീട് അവര് തമ്മിലായി സംസാരം. കുഞ്ഞിന് പാല് കൊടുത്തതിന് നന്ദി പറച്ചിലും കരച്ചിലുമൊക്കെ ആയതോടെ അപ്പച്ചി ഫോൺ പിടിച്ചു വാങ്ങി സുദേവിനെ തിരികെ ഏൽപ്പിച്ചു. ഇടയ്ക്കൊക്കെ നല്ല വേദനയുണ്ടായിരുന്നെങ്കിലും വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തിയതിന്റെ സമാധാനം വിഭയുടെ മുഖത്തുണ്ടായിരുന്നു. വേദന കൂടുതലുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കാം എന്ന് ഇടയ്ക്ക് വന്ന നേഴ്സ് പറഞ്ഞെങ്കിലും അവൾ അത് വേണ്ടെന്ന് പറഞ്ഞു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് നേരത്തെ കിടക്കാമെന്നും പറഞ്ഞ് എല്ലാവരും കിടക്കാനായി വട്ടം കൂട്ടുന്നതിനിടയിലാണ് ഉറക്കമെല്ലാം കഴിഞ്ഞ് കുഞ്ഞുണ്ണി കണ്ണു തുറന്നത്. അതോടെ കിടക്കാൻ തുടങ്ങിയ ശ്രുതിക്കുട്ടി എഴുന്നേറ്റ് അവനെ കളിപ്പിക്കാനിരുന്നു. കുറെ നേരം കളിപ്പിച്ചു കഴിഞ്ഞതും ശ്രുതിക്കുട്ടി ഉറക്കം തൂങ്ങാൻ തുടങ്ങി. പക്ഷെ കുഞ്ഞുണ്ണി എപ്പോഴും ഉന്മേഷത്തോടെ കണ്ണും മിഴിച്ച് കിടപ്പായിരുന്നു. അപ്പച്ചി പറഞ്ഞതനുസരിച്ച് അവന് പാല് കൊടുത്തിട്ട് വിഭയും ഉറങ്ങാൻ കിടന്നു. ലൈറ്റ് കിടത്തിയിട്ട് അവനെ തൊട്ടിലിൽ കിടത്തി കുറച്ചു നേരം മാറ്റിയാൽ മതി ഉറങ്ങിക്കൊള്ളും എന്ന് അപ്പച്ചി പറഞ്ഞത് കേട്ട് സുദേവ് ലൈറ്റ് കിടത്തി അവനെ എടുത്ത് തൊട്ടിലേക്ക് കിടത്തിയിട്ട്
തൊട്ടിൽ പതുക്കെ ആട്ടാൻ തുടങ്ങി. ശ്രുതിക്കുട്ടി ബൈസ്റ്റാൻഡർ ബെഡിൽ കിടന്ന് അപ്പോഴേക്കും ഉറക്കമായിരുന്നു. അപ്പച്ചിയും അവൾക്കടുത്തേക്ക് കയറിക്കിടന്നു. ഏകദേശം 1 മണിക്കൂറോളം അവനെ തൊട്ടിലിട്ട് ആട്ടിയെങ്കിലും സുദേവ് നോക്കുമ്പോഴൊക്കെ മിഴിച്ചു തുറന്നിരിക്കുന്ന 2 കുഞ്ഞിക്കണ്ണുകൾ കാണാമെന്നല്ലാതെ കുഞ്ഞുണ്ണി ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. ആട്ടലൊന്ന് നിർത്തിയാൽ അപ്പോൾ അവൻ കരയാൻ തുടങ്ങും. അതോടെ സുദേവ് അവനെ എടുത്ത് പുറത്തേക്കിറങ്ങി കോറിഡോറിലൂടെ നടക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയതും ഒരു കയ്യിൽ കുഞ്ഞുണ്ണിയെ ശ്രദ്ധയോടെ കിടത്തിയിട്ട് സുദേവ് ധൃതി പിടിച്ച് ഫോൺ എടുത്തു. ഹരിയായിരുന്നു അങ്ങേ തലയ്ക്കൽ. ഹലോ ചേട്ടാ, ഉറങ്ങിയില്ലല്ലോ അല്ലേ? ഇല്ല. എന്താടാ വിളിച്ചത്? മോനെന്തേ? അവന്റെ എന്റെ കയ്യിലിരിപ്പുണ്ട്. ആളിതുവരെ ഉറങ്ങിയിട്ടില്ലടാ. ആ, ഇനി മുതൽ ചേട്ടൻ ഉറക്കം കാലത്ത് അവനോടൊപ്പം ആക്കിയാ മതി എന്ന് പറയാൻ വിളിച്ചതാ. അവനേ അങ്ങനെ ഒരു ദുസ്വഭാവമുണ്ട്. പകല് മുഴുവൻ കിടന്നങ്ങ് ഉറങ്ങിക്കളയും. രാത്രി ഒരു 10 മണിയാവുമ്പോൾ കണ്ണു തുറന്ന പിന്നെ ഉറങ്ങണമെങ്കിൽ വെളുപ്പിനൊരു 4 മണിയാകണം. അപ്പോ കണ്ണനോ? അവൻ മാന്യൻ, ദേ തൊട്ടിൽ കിടന്ന് നല്ല ഉറക്കം. അപ്പോ ശരി ചേട്ടാ, ഗുഡ് നൈറ്റ്. ഓ അല്ല, ഗുഡ് മോർണിംഗ്. ഹരിയുടെ കോൾ കട്ടായി. ഫോൺ പോക്കറ്റിലേക്ക് തിരികെ വെച്ചിട്ട് സുദേവ് കുഞ്ഞുണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. അച്ഛന്റെ സംസാരം ശ്രദ്ധിച്ചെന്ന പോലെ കണ്ണുകൾ മിഴിച്ച് കിടക്കുകയായിരുന്നു അപ്പോഴും നമ്മുടെ കുഞ്ഞുണ്ണി. തുടരും. പറയാൻ ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് ഷെയർ ചെയ്തു കൊടുത്തും ലൈക്കുകൾ നൽകിയും സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ. Sim, sim.